മൺഡേ ആയിരുന്ന ദിവസത്തിൻ്റെ തുടക്കം. പുതിയ റുട്ടീനും വർക്കൗട്ടും ഡയറ്റും ഒക്കെ. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പഴയ നിങ്ങളോടെത്തി. വർക്കൗട്ട് സ്കിപ്പ് ചെയ്തു, ഡയറ്റ് ബ്രോക്കായി. ഇനി അടുത്ത ആഴ്ച തുടങ്ങാമെന്ന് എപ്പോഴും പറയുന്ന സെയിം കാര്യം. നിങ്ങൾ മടിയനായത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് വിൽ പവർ ഇല്ലാത്തത് കൊണ്ടുമല്ല. നിങ്ങൾക്കുള്ളതൊരു ഡിസിപ്ലിൻ പ്രോബ്ലമാണ്. ആൻഡ് ഇന്ന് ആ ഡിസിപ്ലിൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോയിലൂടെ എങ്ങനെ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാമെന്നതിൻ്റെ ക്ലിയർ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വേക്കപ്പ് അറ്റ് 5 AM ഉള്ള പ്രാക്ടിക്കൽ, റിയൽ ആൻഡ് സയൻസ് ബാക്ക്ഡ് ആയ വഴികളിലൂടെ. ആൻഡ് ദ ട്രൂത്ത് ഈസ്, ഡിസിപ്ലിൻ പീപ്പിൾ ഡോണ്ട് ഫീൽ മോർ മോട്ടിവേറ്റഡ്, ദേ ജസ്റ്റ് ഹാവ് ബെറ്റർ സിസ്റ്റം. സിസ്റ്റം 1, ദ 2-minute റൂൾ ആൻഡ് സ്റ്റാർട്ടിങ് സ്മോൾ. നിങ്ങൾക്കൊരു ടാസ്ക് ചെയ്യാൻ തോന്നാത്തപ്പോഴും എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുക? നിങ്ങളുടെ ടാസ്കിനെ ചെറുതാക്കുക. നിങ്ങൾക്കതൊരു ഹെവി ടാസ്ക്കായിട്ട് തോന്നരുത്, അത്രയും സിംപ്ലിഫൈ ചെയ്യുക. ഇതിനെയാണ് ഇത് 2-minute റൂൾ എന്ന് വിളിക്കുന്നത്. ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിലൂടെ പോപ്പുലറൈസ് ചെയ്തൊരു മെത്തേഡ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഏതൊരു ഹാബിറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ് വളരെ ചെറുതാക്കുക. നിങ്ങൾ അത് ഒരു 2 മിനിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ബുക്ക് വായിക്കണമെന്നാണെങ്കിൽ ബുക്ക് എടുത്ത് തുറക്കുക എന്ന കാര്യം ആദ്യം ചെയ്യുക. എന്നിട്ട് ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു പേജോ വായിക്കുക. അത്രയും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ജേർണൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് 1 sentence. ഇവിടെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പെയിൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കൊണ്ടും എഫോർട്ടിന് മുന്നിൽ കാണുന്നത് കൊണ്ടുമാണ്. ആൻഡ് എവല്യൂഷണറിലി നമ്മൾ അത് അവോയ്ഡ് ചെയ്യാനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഹാബിറ്റിനെ വളരെ ചെറുതാക്കുമ്പോൾ, ഒരു തുടക്കം മാത്രമാകുമ്പോൾ നിങ്ങൾക്കത് വലിയ എഫോർട്ട് എടുക്കേണ്ടെന്നായി തോന്നില്ല. സോ നിങ്ങൾക്കത് ഈസിയായി ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനും കഴിയും. സോ സ്റ്റാർട്ട് സ്മോൾ, സ്റ്റാർട്ട് നൗ. സിസ്റ്റം 2, ഐഡൻറ്റിറ്റി ഗോൾസ്. കൂടുതൽ ആളുകളും ഗോൾ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: എനിക്ക് 15 കിലോ വെയിറ്റ് കുറക്കണം, എനിക്ക് ഈ മാസം 4 ബുക്ക് വായിച്ച് തീർക്കണം. ആൻഡ് ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരു ഫെയിലിയർ ആണെന്ന് നിങ്ങൾ മുദ്ര കുത്തും. ദ തിങ് ഈസ്, ഗോൾസ് ആർ ഔട്ട്കം, ബട്ട് ഡിസിപ്ലിൻ ഈസ് അബൌട്ട് ഐഡൻറ്റിറ്റി. ഞാൻ എന്താവുന്നു എന്ന് നിങ്ങളോട് ചോദിക്കുക, ഞാൻ എന്ത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നല്ല. എനിക്ക് വർക്കൗട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്നുള്ള ഐഡൻറ്റിറ്റി അത് സെറ്റ് ചെയ്യുക. എനിക്ക് പ്രൊക്രാസ്റ്റിനേഷൻ നിർത്തണം എന്ന് പറയാതെ ഞാൻ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് പറയുക. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് പോസിറ്റീവ് സെൽഫ് ടോക്ക്, ഇറ്റ്സ് ന്യൂറോളജിക്കൽ റീവയറിംഗ്. നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുമായി അലൈൻഡ് ആയിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു വോട്ട് കൊടുക്കുകയാണ്. ദെർബൈ യു ആർ ബിക്കമിങ് ദാറ്റ് പേഴ്സൺ. സിസ്റ്റം 3, എൻവയോൺമെൻറ്റ് ഡിസൈൻ. ഈ കാര്യം ഡിസിപ്ലിനെ പറ്റി പറയുമ്പോൾ കൂടുതൽ ആളുകളും പറയാറില്ല. ഇറ്റ് ഈസ് ഡിസൈനിങ് യുവർ എൻവയോൺമെൻറ്റ്. യുവർ എൻവയോൺമെൻറ്റ് ഈസ് എയ്തർ വർക്കിംഗ് ഫോർ യു ഓർ അഗെയിൻസ്റ്റ് യു. നിങ്ങളുടെ ടാബിളിൽ കുറച്ച് ചിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് കഴിക്കും. നിങ്ങളതിന് എത്ര റെസിസ്റ്റ് ചെയ്താലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ യു വിൽ. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഡെസ്കിലുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ടഫ്നെസ് മാത്രമല്ല, അത് നിങ്ങളുടെ ചുറ്റുപാടും ശരിയായ തീരുമാനങ്ങൾ ഈസിയായി ചൂസ് ചെയ്യാൻ ഡിസൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പലതവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബെഡ്റൂം ഉറങ്ങാനാണോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാനാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ വർക്ക് സ്പേസ് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവാനാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ എൻവയോൺമെൻറ്റാണ് നിങ്ങളെ ഡിസൈൻ ചെയ്യുന്നത്. നല്ല ഹാബിറ്റുകളുടെ ഫ്രിക്ഷൻ കുറക്കുക, ബാക്കിയുള്ള ഹാബിറ്റ്സിൻ്റെ ഫ്രിക്ഷൻ കൂട്ടുക. സോഷ്യൽ മീഡിയ ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾ വായിക്കേണ്ട ബുക്ക് നിങ്ങളുടെ തലയിണക്കടുത്ത് വെക്കുക. വർക്കൗട്ട് ക്ലോത്ത്സും വാട്ടർ ബോട്ടിലും ഒക്കെ ആൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. എൻവയോൺമെൻറ്റിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ചെറിയ ചേഞ്ച് നിങ്ങളുടെ ബിഹേവിയറിൽ വലിയ മാറ്റം കൊണ്ടുവരാം. സിസ്റ്റം 4, ദ നോൺ നെഗോഷ്യബിൾസ്. ഡിസിപ്ലിൻഡ് ആയവരെ എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ് നോൺ നെഗോഷ്യബിൾസ്. ഡിസിപ്ലിൻഡ് ആയവർക്ക് എപ്പോഴും അവരുടെ നോൺ നെഗോഷ്യബിൾസ് ഉണ്ടാകും. യൂട്യൂബിൽ കണ്ട 4 സ്റ്റെപ്പ് മോർണിംഗ് ഹാബിറ്റ് അല്ല, പക്ഷേ ഡെയിലി എന്ത് സംഭവിച്ചാലും അവർ ചെയ്തു തീർക്കുന്ന 2 or 3 തിങ്സ്. അത് വർക്കൗട്ട് ആകാം, 8 മണിക്കൂർ ഉറക്കമാകാം, രാവിലെ 1 മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യില്ല എന്നാവാം. എന്താണെങ്കിലും അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരിക്കും. ഇതെന്തിനു ചെയ്യുന്നു എന്നാൽ, നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും മെൻ്റൽ എനർജി ആവശ്യം വരുന്നു. ഇതിനെ ഡിസിഷൻ ഫെറ്റീഗ് എന്നും വിളിക്കും. ഈ എനർജി കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാകും. ഒരു കാര്യം നോൺ നെഗോഷ്യബിൾ ആകുമ്പോൾ അത് നിങ്ങളുടെ ഡിസിഷൻ ലിസ്റ്റിൽ നിന്ന് പോകും. കാരണം അത് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളത് നിർബന്ധമായും ചെയ്യണം. സിസ്റ്റം 5, ദ റിക്കവറി പ്രോട്ടോകോൾ. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഫാൾ? ബിക്കോസ് യു വിൽ. ഇപ്പോൾ നിങ്ങൾ എത്ര മോട്ടിവേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്കൊരു മോശം ദിവസം ഉണ്ടാകും. നിങ്ങളുടെ ഒരു ദിവസം മോശമായി, അപ്പോൾ എന്തായാലും ഇന്ന് പോയി ഈ നെക്സ്റ്റ് വീക്ക് പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാമെന്ന് പറയും. 1-2 ദിവസം ജിം മിസ്സായാൽ ആ ആഴ്ച മുഴുവൻ നിങ്ങൾ മിസ് ചെയ്യും. ഈ ഒരു കാര്യമാണ് മറ്റെന്തിനേക്കാളും നിങ്ങളുടെ ഡിസിപ്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു ദിവസം മിസ്സായാൽ വീണ്ടും റിക്കവർ ആവാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് 1, നെവർ മിസ് ട്വൈസ്. ഒരു ദിവസം സ്ലിപ്പാവുന്നത് ഓക്കെ, പക്ഷേ 2 ദിവസമായാൽ ഇറ്റ്സ് പാറ്റേൺ റിപ്പീറ്റിംഗ്.
റൂൾ 2, ലോവർ ദ ബാർ ഓൺ ഹാർഡ് ഡേയ്സ്. നിങ്ങൾക്ക് ഫുൾ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഡു ഫോർ 5 മിനിറ്റ്. കീപ് ദ സ്ട്രീക്ക് അലൈവ്. ഇവിടെ ഗോൾ പെർഫെക്ഷൻ അല്ല, കൺസിസ്റ്റൻസിയാണ്.